സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്നത് ഗോദ്രേജിൻ്റെ 5-in-1 കൺവേർട്ടബിൾ ചെയ്യാവുന്ന 110 ഇൻവെർട്ടർ AC ആണ്. അതിൽ റിമോട്ടിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5-in-1 മോഡിൽ C1 എന്നുള്ള ഇതിലായിട്ടിരിക്കുന്നത്. അപ്പം ലോഡ് കുറച്ചേ എടുക്കുകയുള്ളൂ. ഇപ്പോൾ എത്ര ലോഡ് എടുക്കുന്നുണ്ട്? 330 വാട്ട്സ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കത് 2-way സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്ന പരുവത്തിൽ നമുക്ക് AC മോഡ് ഇൻവെർട്ടർ മോഡിൽ ഷിഫ്റ്റ് ചെയ്യാവുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് ഇൻവെർട്ടറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓൺ ഓഫ് ചെയ്യാവുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇതിൽ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇതൊക്കെയാണ്. ഞാൻ രാവിലെ ഒരു 9 മണി മുതൽ ഒരു 3 മണി വരെ 2-3 ദിവസം ഇട്ട് നോക്കി. കണ്ടിന്യൂസ് ഇട്ടില്ല, കാരണം സമയം കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ, 3-4 ദിവസമായുള്ള ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ടെസ്റ്റിംഗ് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇടാനുള്ളൊരു സാഹചര്യം നമുക്ക് വന്നില്ല. പക്ഷേ അത് ഇട്ടിരുന്നാൽ പോലും എനിക്ക് രാത്രി എനിക്ക് തോന്നുന്നു 24 hours എനിക്ക് ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ 5-in മോഡ് എന്ന് പറയുന്നത് അത് C1 മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വാട്ട്സ് കുറയും അല്ലേ? C1 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 350 വാട്ട്സ് അത് എടുക്കുന്നുള്ളൂ. ഞാൻ പിന്നെ വൈഫൈയിൽ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. അത് ഫോണിലേ നമുക്കൊന്ന് കാണുന്നത്. ഈ ഫോണിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും, ഇതിൽ ഓവറോൾ കിട്ടും. ഇപ്പം എല്ലാ ബ്രേക്കറും നമ്മൾ സ്മാർട്ട് ആക്കിയേക്കും അല്ലേ? ഇതിപ്പോൾ നിലവിൽ 3 kV ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നതിൻ്റെ വാട്ട്സ് 742 വാട്ട്സ്. അതെ, ഇത് ടോട്ടൽ വാട്ട്സ് ആണ്. ഇപ്പോൾ 3 kV ഇൻവെർട്ടറിൻ്റെ 42 കിലോവാട്ട് 749 വാട്ട്സ് ഇപ്പോൾ ലോഡ് ചെയ്ത് നിലവിൽ റണ്ണിങ്ങിലാണ്, ലൈവായിട്ട് നിലവിൽ റണ്ണിങ്ങിലാണ്. അതിൽ നമുക്ക് ഇന്നിപ്പോൾ ടോട്ടൽ ഞാൻ എടുത്തേക്കുന്നത് 3.3 അത്രയും നമുക്ക് എടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്നലെയാണ് എനിക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത്. ഇന്ന് പിന്നെ ഇത് വയറിംഗ് എല്ലാം ഇന്നലെ നമ്മൾ 6 യൂണിറ്റ് നമുക്ക് 6 യൂണിറ്റിന് മുകളിൽ കിട്ടി. 6.55 യൂണിറ്റ് എനിക്ക് ടോട്ടൽ ഇൻവെർട്ടർ വഴി തന്നെ കിട്ടി. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇതിലിപ്പോൾ ടോട്ടലാണ് ഇന്നലെ കിട്ടിയ മൊത്തം ഇൻവെർട്ടർ വഴി കിട്ടിയത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയപ്പോൾ ഉള്ള സമയത്തെ ടോട്ടൽ യൂണിറ്റ്. ഓക്കെ, ഞാൻ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിലെടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഫുള്ള് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഇവിടുത്തെ ഫുൾ MCB ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ 12 വോൾട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടി, ഗേറ്റിൻ്റെ മോട്ടറിന് വേണ്ടി. അതിലിപ്പം ഫുൾ ടൈം എനിക്ക് ലോഡ് വരുന്നത് 101 വാട്ട്സ് ആണ്. 101 വാട്ട്സ് എനിക്ക് 24 hours അതും കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ 200 പ്ലസ് 100 H ബാറ്ററി വെച്ചിട്ടുണ്ട്. 300 H ബാറ്ററി വെച്ചേക്കുന്നത്. അതിലെനിക്ക് ഒരു ദിവസം 2 യൂണിറ്റോളം ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചാർജിങ് ഏകദേശം 2.9 യൂണിറ്റ് ചാർജിങ്ങിന് എടുക്കുന്നുണ്ട്. ചില സമയത്ത് 4 വരെ വരുന്നുണ്ടായിരുന്നു അല്ലേ? അതെ, അത് ആദ്യം ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് 3 യൂണിറ്റ് 3.5 യൂണിറ്റ് കിട്ടുമായിരുന്നു. 4 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു ഇതിൽ 12 വോൾട്ട് ഇൻവെർട്ടറിൽ. അത് വെയിലിൻ്റെ വേരിയബിളായിട്ട് നമുക്ക് ലോഡ് ഇപ്പം കുറവാണല്ലോ, 100 വാട്ട്സ് 100 വാട്ട്സല്ലേ വരുന്നുള്ളൂ. ഇപ്പോൾ 100 വാട്ട്സ് കണ്ടിന്യൂസ് ഓടുന്നുള്ളൂ. കാരണം അത് ഞാൻ ഇത് വയറിങ്ങിൽ മാറ്റിയിട്ട് MCBയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ DB കൂടെ ഒന്ന് കാണാം. AC-യുടെ ഔട്ട്പുട്ട് വാട്ട്സാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, 357 വാട്ട്സ് ഇപ്പം ലോഡ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ AC മാസ്റ്റർ ബെഡ്റൂമിലെ ഇപ്പം നിലവിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ AC വർക്ക് ചെയ്യുന്ന വാട്ട്സ് ആണ്. C1 റേഞ്ചിൽ ഇട്ടാൽ 350 വാട്ട്സിൻ്റെ മേളിലാണ് ഇപ്പോൾ കിട്ടുന്നത്. നമുക്കൊന്ന് മോഡ് മാറ്റി നോക്കിയിട്ടേ ഇപ്പം റിമോട്ടിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. C5 ഇട്ടു. C5 ഇട്ട് അപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്പീഡ് കൂടിയിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ നോക്കാം. ഇതിപ്പോൾ കൂളായി കിടക്കുന്നതുകൊണ്ടാണ് 463 വാട്ട്സ്. ഫസ്റ്റ് ആയിട്ട് ഓൺ ചെയ്യുവാണെങ്കിൽ വാട്ട്സ് കൂടുതൽ എടുക്കും. ഏകദേശം 950 വാട്ട്സ് എടുക്കുന്നുണ്ട് ഫുൾ കപ്പാസിറ്റിയിൽ. ഇപ്പം അതൊക്കെ വാട്ട്സ് കയറുന്നത് കാണാം. ഇതിപ്പോൾ കയറുന്നുണ്ട്. ഇപ്പം നേരത്തെ കുറച്ച് നേരം ഞാൻ AC ഇട്ടിരുന്നതുകൊണ്ടാണ്. റൂം നല്ല തണുത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് വാട്ട്സ് കുറവാണ്. പക്ഷെ ഞാൻ പകലിടുന്നത് ഇതായിപ്പോൾ കൂടിയിട്ടുണ്ട്, കാരണം ഇത് ഫുൾ ലോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്നൊരു കാര്യം ഉള്ളത് പറഞ്ഞാൽ ഈ ടൈപ്പ് AC ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ C1-ൽ അതെ ഇൻവെർട്ടർ AC യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം രാത്രി ഞാൻ ലോഡ് ചെയ്ത C1-ൽ ഇട്ടിട്ട് 27-ലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട്? ഒരു ദിവസം എനിക്ക് 2 യൂണിറ്റ് താഴെ ഒരു ദിവസം എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇന്നലെ എടുത്തതാണ്. ഇന്നലെ രാത്രി 12 മണി മുതലുള്ള യൂണിറ്റ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇന്ന് രാവിലെ ഏകദേശം 6 മണി 5:50 ആ സമയം വരെ ഇത് C2-ലാണ് ഇന്നലെ ഇട്ടിരുന്നത്. ഓക്കെ, മെനഞ്ഞാന്ന് ഞാൻ ഇട്ടിരുന്നത് C1-ലായിരുന്നു. എനിക്ക് 1 യൂണിറ്റിനകത്തെ എടുത്തിട്ട് 0.8 യൂണിറ്റിൽ 27-ലാണ് ഇട്ടിരുന്നത്. ഇത് പലപ്പോഴും ചൂടിന്റെ നമ്മുടെ പുറത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം വരുന്നുണ്ട്. അതായത് മെയ് 2-ന് എനിക്ക് 1.68 യൂണിറ്റ് എടുത്തിട്ടുണ്ട്, കിലോവാട്ടാണ് എടുത്തേക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വെയിലിന്റെ നമ്മുടെ ചൂടിന്റെ കാഠിന്യത്തിനനുസരിച്ചിട്ട് കാലാവസ്ഥയുടെ ഒരു വ്യതിയാനത്തിൽ ഇതിന്റെ ഡിഫറൻസ് വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോൾ മെയ് 2-നുള്ളതാണ്. മെയ് 1-ന് 1.73 കിലോവാട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെ പോലും C1 റേഞ്ച് ഞാനിത് ഫുള്ള് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിലും ഓടിക്കുകയും ചെയ്യാം. പക്ഷെ എനിക്ക് രാത്രി ഇൻവെർട്ടറിൽ ഞാൻ ഓടിക്കാൻ
ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ബാക്കിപ്പോൾ 24 അല്ലേ ഉള്ളൂ, 48 നമുക്ക് സുഖമായിട്ട് റൺ ചെയ്യിക്കാം. അതെ പറ്റും. കാരണം ബാക്കിയുള്ള ലോഡ് കൂടെ അതിൽ ഓടണ്ടേ? അതെ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയില്ല. കാരണം അല്ലാതെ എനിക്ക് 24 എനിക്കിപ്പോൾ അതിന്റെ കാര്യം പകല് കൂളാക്കി നിർത്തുവാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ചെറിയൊരു വാട്ട്സ് KCB എടുക്കുകയുള്ളൂ, 300 വാട്ട്സിൽ താഴെ എടുക്കുള്ളല്ലോ. അത്രേ ഉള്ളൂ. അതായത് ഓരോ ദിവസത്തെ റേഞ്ചാണ്. ഏപ്രിൽ 29, ഏപ്രിൽ 28. പക്ഷെ ആ സമയത്തൊക്കെ ഏപ്രിൽ 28 നല്ല ചൂടൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ അന്ന് അത് മാത്രമല്ല, അന്ന് ഞാൻ പകലും ഇട്ടിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഇട്ടിട്ടുണ്ട്, 11 മണിക്ക് ഇട്ടിട്ടുണ്ട്, 12 മണിക്ക് ഇട്ടിട്ടുണ്ട്. ഓരോ സമയത്ത് ഡേറ്റാസ് ഉണ്ട്. മെയ് 3, മെയ് 4. ഇതിപ്പോ ഇന്നത്തെയാണ് 1.9. 2 മിനിറ്റ് താഴെ. എൻ്റെ അടുത്ത് വേറെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാട്ട്സും ഇത് തന്നെയാണ്. അത് ഇന്നലത്തെ ഇത് തന്നെയാണ്. 1.63 യൂണിറ്റ്. അത് മറ്റൊരു ബെഡ്റൂമിലെ AC ആണ്. ഓക്കെ, അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ തലേ ദിവസം മെയ് 3 പക്ഷെ മെയ് 3 ഏകദേശം 3 യൂണിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകലിട്ടിട്ടുണ്ട്. അതായത് രാത്രി 12 മണി മുതൽ പിറ്റേന്ന് രാവിലെ പകലിട്ടിട്ടുണ്ട്. അത് ഈ ഓരോ ഗ്രീൻ ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് കാണിച്ചേക്കുന്നത്, ആ ഗ്രാഫ് കാണിച്ചേക്കുന്നത് ഓരോ ഡേറ്റ് ആൻഡ് ടൈമാണ്. അത് വേണ്ട ഒരു ഉച്ചയ്ക്ക് 3 മണിക്ക് രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഇട്ടേക്കുന്നു. അതിനുശേഷം അത് കണ്ടിന്യൂസ് ആ ഒരു ഗ്രീൻ ഗ്രാഫ് കാണിച്ചേക്കുന്നില്ല, അതിൽ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. DB പോയി ഇതാണ് ഇതിന്റെ മോണിറ്ററിംഗ് ഫോൺ വഴി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ഇതിൽ എനിക്ക് ഞാൻ ഓരോന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായിപ്പോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഫുൾ മെയിൻ വീട്ടിൽ ഫുള്ള് മെയിൻ എനിക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിൻ ഫുൾ ഓഫായി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഓഫായി. ഇപ്പൊ ഇത് ലൈറ്റ് കത്തി കിടക്കുന്ന ഇൻവേർട്ടറിന്റെ ഔട്ടോ അല്ലേ? അതെ, ഇൻവേർട്ടറിന്റെ ഔട്ടാണ്. ഇവിടെ വരെ കറണ്ട് വരുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് ഇപ്പൊ വാട്ട്സ് എടുത്തില്ല. ലൈറ്റ് കെട്ടി കിടക്കുന്ന എല്ലാം മെയിൻസിൽ. അതെ, ഇപ്പൊ 0 വാട്ട്സ് ആണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് മെയിൻ ഒന്ന് ഓണാക്കാം. ഓക്കെ, അതെ കണക്ട് ആയിട്ടുണ്ട്. ആ വാട്ട്സ് എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. കറക്റ്റ് മോണിറ്റർ. ഇതിന്റെ അകത്ത് 140 വാട്ട്സ്, 135, 150 വാട്ട്സ്, 156, അത്രയും മാസം ഇത് ഒരെണ്ണത്തിൻ്റെതാണ്. ഇത് ഫുള്ള് കൊടുത്തേക്കുന്നത് എനർജി മീറ്റർ ഫുള്ള് കൊടുത്തേക്കാണ്. പിന്നെ മറ്റുള്ളതെല്ലാം കൊടുത്തേക്കുന്നത് തന്നെയാണ്. ഇപ്പൊ AC മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ഓഫ് ആവും. അപ്പൊ ആ റൈറ്റ് സൈഡിൽ ഓഫായി. ഫോണൊക്കെ അനുസരിച്ച് അത് ഓഫായി. അത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് ഓരോ ബ്രേക്കേഴ്സിന്റെയും നമുക്ക് ഓരോ റൂമിന്റെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. AC, ഫ്രിഡ്ജ്, അത് കൂടാതെ ഓവൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഹെവി ലോഡുകൾ, നോർമൽ ലോഡുകൾ കണക്ട് ചെയ്തു. നിലവിൽ ഇവിടെ ഒരു വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഈ 150 വാട്ട്സ് നമ്മൾ ചാർജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്ന അല്ലേ? KCB ചാർജ് ചെയ്യാൻ. ഞാൻ ആ ചെറിയ ഇൻവെർട്ടർ ഇപ്പൊ ഇന്നത്തേക്ക് ഓൺ ആക്കിയിട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ 50 വാട്ട്സ് ചാർജിങ് എടുക്കുന്നുണ്ടായി, 100 വാട്ട്സ് ക്യാമറയ്ക്ക് എടുക്കുന്നുണ്ട്. 100 വാട്ട്സ് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്, 50 വാട്ട്സ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഇതിലുള്ള ചാർജറിൽ നിന്ന് കണക്ട് ആയിട്ട് ചാർജ് ആവുന്നുണ്ട്. ഇതിപ്പോ എനിക്കത് ഇന്നലെ എനിക്ക് കിട്ടിയ യൂണിറ്റാണ്. ഇന്നലെ അല്ല, സോറി, ഇന്ന്. കാരണം ഇതിപ്പോ എല്ലാം ഊരി ഇട്ടേക്കുണ്ടായിരുന്നു. വയറിങ്ങിന്റെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഊരിയിട്ടാണ്. ഇന്നലെ എനിക്ക് KCB ആയിട്ടുള്ള യൂണിറ്റ് അതിൻ്റെ ഇത്ര ആയിട്ടുള്ളൂ, 4 യൂണിറ്റിനകത്ത്. അത് AC മാത്രം. അതിനും തലേ ദിവസം 2-ാം തീയതി 3 യൂണിറ്റ്, 3-3.5 യൂണിറ്റിനുള്ളിൽ. അതും AC 2 AC. മെയ് 1 AC മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് ACയുടെ ഉപയോഗം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂടും. അപ്പോൾ നമ്മളൊരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ നമുക്കൊരു 4 യൂണിറ്റേ വരുന്നുള്ളൂ. ബാക്കി നമുക്കിതിൽ ഫുള്ള് ലോഡ് ചെയ്യാം.